ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് മുൻപ് ടേക്ക് ഓഫിന് മുൻപേ ക്യാബിൻ ക്രൂ സേഫ്റ്റി ഡെമോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകളും ഉണ്ടാവും. വിൻസി, ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെ ഇത്രയും അധികം ആളുകൾ മരിച്ചു പോകുന്ന സാഹചര്യം, ആ വാർത്ത കേട്ട സമയത്ത് ചിന്തിച്ചതും അതിൽ പങ്കുവെക്കപ്പെട്ട ചിത്രങ്ങൾ കണ്ടപ്പോഴുമൊക്കെ നമ്മൾ അതിലുള്ള മനുഷ്യരെക്കുറിച്ച് അവരെങ്ങനെയായിരിക്കും ഈ അപകടത്തെ കണ്ടത്, എന്തായിരിക്കും അവരുടെ ആശങ്ക, കുഞ്ഞുങ്ങളടക്കമുള്ളവരുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളെ വലിയ വലിയ വേദനയിലാഴ്ത്തിയ സംഭവങ്ങളാണ്. ഇങ്ങനൊരു അടിയന്തര പ്രശ്നം, ഒരു സാഹചര്യം നേരിടേണ്ടി വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ? ശരിയാണ്, പരമാവധി അപകടങ്ങൾ ഒഴിവാക്കുക എന്ന നിലയ്ക്ക് ഉള്ളൊരു നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? ഹായ്, ഇതിപ്പോ രണ്ട് രീതിയിലാണ്. അതായത് ഇപ്പൊ ഇത്തരം ഒരു സിറ്റുവേഷൻസ്, ഒരു എമർജൻസി വരുന്ന സമയത്ത് അതൊരു പ്ലാൻഡ് എമർജൻസി എന്ന് പറയാം. അതായത് ഇപ്പോ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് ക്യാപ്റ്റൻ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനുശേഷം ക്രൂവിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മളൊരു എമർജൻസി ലാൻഡിങ്ങിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിന്റെ ഒരു പ്രിപ്പറേഷനും നമ്മൾ പാസഞ്ചേഴ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണെങ്കിലും മൊത്തത്തിൽ നമ്മൾ എയർക്രാഫ്റ്റിലെ പാസഞ്ചേഴ്സിനെ അടക്കം നമ്മൾ സെക്യൂർ ചെയ്യുന്ന രീതികളും അതിന്റെ പ്രൊസീജിയേഴ്സും അത് വേറെ തന്നെയാണ്. അതിന് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് അത്തരം ഒരു എമർജൻസിയിൽ ചെയ്യേണ്ടി വരിക. ഇപ്പൊ ഒരു ഇവാക്വേഷൻ വേണ്ടി വന്നു, ക്യാപ്റ്റൻ അത് ഇവാക്വേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് ടൈം ഉണ്ട്. അതായത് നമുക്ക് ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഓരോ പാസഞ്ചേഴ്സിന്റെ അടുത്തും ഇൻഡിവിജ്വലി പോയി ആ ഒരു ക്യാബിൻ ക്രൂവിന് സംസാരിക്കാനും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ഇനിയിപ്പോ നമ്മൾ തുടക്കത്തിലെ ഓരോ എയർക്രാഫ്റ്റും ട്രാവൽ ചെയ്യുമ്പോൾ അറിയാം, നമ്മൾ ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് മുൻപ് ടേക്ക് ഓഫിന് മുൻപേ ക്യാബിൻ ക്രൂ സേഫ്റ്റി ഡെമോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകളും ഉണ്ടാവും ആ സമയത്ത്. അപ്പൊ അവർ വീണ്ടും ഇതൊരിക്കൽ കൂടെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഒരു എമർജൻസി, ഇപ്പൊ ഓക്സിജൻ എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലൈഫ് ജാക്കറ്റ് എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ എങ്ങനെയാണ് ബ്രേസ് പൊസിഷനിൽ ഇരിക്കേണ്ടത്, എങ്ങനെയാണ് ഇഞ്ചുറീസ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് ബോഡി, നിങ്ങൾ ആ ഒരു പൊസിഷൻ എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടും. ഇനി അതല്ല, ഒരു അൺപ്ലാൻഡ് എമർജൻസി, അത്തരം സാഹചര്യത്തിൽ ഒരു പക്ഷേ പാസഞ്ചേഴ്സിനാണെങ്കിലും ക്യാബിൻ ക്രൂവിനാണെങ്കിലും ഇരുന്ന സീറ്റിൽ നിന്നൊന്നും എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതായത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് സെക്യൂർഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കും. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് ഓരോരുത്തരോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്തും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഒരു അൺപ്ലാൻഡ് എമർജൻസിയിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം എന്നതിന്റെയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻസ് പറയുന്ന സമയത്ത് വിൻസെന്റ് പറഞ്ഞു എങ്ങനെയാണ് അത്തരം ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് വിമാനയാത്രികരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ പോലും പറയുന്നത് ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്രയും പാനിക് ആകുന്ന ഒരു സമയത്ത് അത്തരം നിർദ്ദേശങ്ങൾ, ഒരു പക്ഷേ ഒരു എമർജൻസി ലാൻഡിംഗ് വേണ്ടി വരുമെന്നൊരു നിർദ്ദേശം വരുന്ന സമയത്ത് ആളുകൾ എത്രത്തോളം അതിനോട് സഹകരിക്കാറോ, അല്ലെങ്കിൽ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും? ചില സാഹചര്യങ്ങളിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇപ്പൊ എന്താണ് എമർജൻസി എന്ന് പാസഞ്ചേഴ്സ് അറിയണമെന്ന് നിർബന്ധമില്ല. ഇപ്പോ ആ ഒരു സിറ്റുവേഷൻസിലും നമുക്ക് സേഫ് ആയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റും, ഒരു ഇവാക്വേഷൻ വേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ പാസഞ്ചേഴ്സിനെ അറിയിച്ച് അവരെ ആക്കണ്ട എന്നുള്ള ഒരു ഡിസിഷൻ ക്യാപ്റ്റൻ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവരത് അറിയണം എന്നില്ല, തിരിച്ച് നമ്മൾ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻഫോർമേഷൻ മാത്രമായിരിക്കും അവരിലേക്ക് എത്താം. ചില സിറ്റുവേഷനുകളിൽ ഒരുപക്ഷെ വിൻഡോ സൈഡിൽ ഇരിക്കുന്ന പാസഞ്ചേഴ്സ് ആണെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു എഞ്ചിൻ അവിടെ ഫയർ കാണുന്നു, തീ കാണുന്നു, അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പാനിക് ആവും, ടെൻഷൻ ആവും, ഒച്ചയെടുക്കും, ബഹളം വെക്കും, കരയും, സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരി ഫ്ലൈറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കും, തൊട്ടടുത്തുള്ള എമർജൻസി എക്സിറ്റ് ഡോറ് വലിച്ച് തുറക്കാൻ ശ്രമിക്കും, തുടങ്ങിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മാക്സിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണുള്ളത്. അതായത് വളരെ ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ക്രൂ ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, ക്യാപ്റ്റൻ വളരെ ട്രെയിൻ ആണ്. അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ചില സിറ്റുവേഷൻസിൽ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ തിയറീസ് അല്ലെങ്കിൽ ബുക്കിലുള്ള കാര്യങ്ങൾക്ക് അപ്പുറം നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടും നമ്മുടെ ഇമോഷൻസ് കൊണ്ടും ഒക്കെ തന്നെ നമ്മൾ അവരെ ഒന്ന് സെറ്റിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതിലൊരു ലാംഗ്വേജും ഒരു വിഷയമാണ്. കാര്യം നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റ്സിനൊക്കെ കൂടുതലും മലയാളി പാസഞ്ചേഴ്സും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത്തരം സിറ്റുവേഷൻസിൽ പൊതുവേ നമ്മൾ ഫ്ലൈറ്റിനകത്ത് ഇംഗ്ലീഷിലാണ് നമ്മൾ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനത്തെ എമർജൻസിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മലയാളത്തിൽ, ഇപ്പൊ മലയാളി ആയിട്ടുള്ള ഒരു ക്രൂ ഓൺ ബോർഡ് ഉണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് അവരുമായിട്ട് പാസഞ്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഇത് നമുക്ക് കുറച്ചും കൂടെ സാധ്യത തുറന്നു കിട്ടുകയാണ്. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ശരിയാണ്, ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നത് എന്തെങ്കിലും തരത്തിൽ നമ്മൾ മുന്നിൽ ഉണ്ടെങ്കിലാണ്. ഇതിപ്പോ ഈ ടേക്ക് ഓഫിന് ശേഷം ഏതാണ്ട് 43 സെക്കൻഡ് എന്ന് പറയുന്നിടത്ത് ഇതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം പോലും ഉണ്ടാകുന്നു എന്നത് പ്രധാനമാണ്.